ആടാ ഞാൻ ഇറങ്ങുവാണേ. പള്ളിയിൽ വെയിറ്റ് ചെയ്യാന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ നീയൊക്കെ അങ്ങോട്ട് വന്നേക്കൂലേ? എനിക്ക് വരാൻ പറ്റുന്നൊന്നല്ല, ഞാൻ ഹോസ്പിറ്റലിലേക്കാണ്. ഹോസ്പിറ്റലാ? നീ ഓക്കെ അല്ലേ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. ആമിയുടെ കാലിൽ ചെറിയ മുറിവുണ്ട്, ചതവില്ലെന്നാ ഡോക്ടർ പറഞ്ഞേ. എന്താ പറ്റിയ? രാവിലെ തന്നെ എന്നെ കുത്തി എണീപ്പിച്ചിട്ടേ ബൈക്ക് ഓടിക്കാൻ പഠിക്കണം എന്ന് പറഞ്ഞ് ഇറങ്ങിയതാ. ബൈക്കാ? ഇതിപ്പോ എന്താ പെട്ടെന്ന് ഇങ്ങനെ ഒരു? ആർക്കറിയാം. ഞാൻ ആദ്യം തന്നെ ബാലൻസ് ആയിക്കോട്ടെ വെച്ചിട്ടേ സ്കൂട്ടർ എടുത്തോടത്തെ. ഇവർ സ്കൂട്ടർ കയറിട്ട് ആദ്യം ഒറ്റ തിരി നേരെ കാട്ടിക്കൊണ്ടേ പാർക്ക് ചെയ്തേക്കുന്നത്. എടാ നിനക്ക് പുറകെ ഇരുന്നാ പോരാർന്നാടാ. ഞാൻ പുറകിലിരുന്നതാ, ഇവള് കാട്ടി കയറണ്ടപ്പോ ഞാൻ ചാടി. ബെസ്റ്റ്. എന്നാ പിന്നെ അവളോട് റെസ്റ്റ് എടുക്കാൻ പറ. വൈകിട്ട് കാർ ഓടിക്കാൻ പഠിക്കാൻ വേണ്ടിട്ട് പരേഡ് ഗ്രൗണ്ട് പോകാൻ പ്ലാൻ ചെയ്യണ്ടവള്. എടാ ഞാൻ വിളിക്കാം, ജീവണ്ടെങ്കിൽ നാളെ കാണാളിയാ. ശരി. പാവം. വിളിച്ചു നോക്കാം. മീര, ഞാൻ ഇവിടെ പുറത്ത് വന്നിട്ടുണ്ടേ. വാ. അളിയ, നിങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ, വെറുതെ ഇൻട്രോട്ട് അടിച്ച് ചാൻസ് മിസ് ചെയ്യണ്ട. എടാ ഞാൻ നോക്കിക്കോളാടാ. അവര് വന്നില്ലേ? ആമിയും സിദ്ധാർത്ഥും? ആമിയൊന്നും വണ്ടിയിൽ നിന്ന് വീണായിരുന്നു. അയ്യോ, ഹോസ്പിറ്റലാണോ? ഇല്ല, കുഴപ്പമില്ല, പരേഡ് ഗ്രൗണ്ടിലുണ്ട്. പരേഡ് ഗ്രൗണ്ടിലോ? അത് വലിയ കഥയാ, കേറി പറയാം. പറയാതെ ബാക്കി വെച്ചോരാ പ്രണയം മധുരിക്കവേ കനവാകെ വിരിഞ്ഞൊരാ ചിരിയായി നീ മാറവേ അരികിലായി നീ നിൽക്കവേ ലോകം മറന്നു ഞാൻ നിന്റെ ഈ യാത്രയിൽ അരികിലായി ഞാനും കൂടിടാം പറയാതെ ബാക്കി വെച്ചൊരാ നീ നടന്ന വീതിയിൽ ഞാനും കൂടെ ചേരവേ നമ്മ